ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് റെഡ് സീ അറ്റാക്ക്, INS ഇംഫാൽ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ട്യൂബർക്കുലോസിസ്, IMD, ടാൻസൺ ഫെസ്റ്റിവൽ, PLI, അതുപോലെ പ്ലേസസ് ന്യൂസ് ആയിട്ട് നിക്കാരോഗ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡ് സീ അറ്റാക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗാസക്കെതിരായിട്ട് ഇസ്രായേൽ നടക്കുന്ന ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് കച്ചവടം നടത്തുന്ന ഷിപ്പുകൾക്കെതിരായിട്ട് റെഡ് സീ റീജിയനിൽ യമനിലെ മിലിറ്റന്റ് ഗ്രൂപ്പായിട്ടുള്ള ഹൂത്തീസ് സ്ഥിരമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ അറേബ്യൻ സീയിൽ ഇന്ത്യയുടെ മുംബൈ കോസ്റ്റിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു MV ചെംപ്ലൂട്ടോ എന്ന് പറയുന്ന ഷിപ്പിനെതിരായിട്ട് ഒരു ഡ്രോൺ അറ്റാക്ക് നടക്കുകയും അതുപോലെ തന്നെ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു ഷിപ്പായിട്ടുള്ള MV സായിബാബക്കെതിരായിട്ട് റെഡ് സീയിൽ വെച്ചിട്ട് ഒരു ആക്രമണം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് സീ റീജിയനിലേക്ക് ഇന്ത്യ പുതുതായിട്ട് 3 നേവൽ ഷിപ്പുകൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ റെഡ് സീയിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അധികം ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇസ്രായേൽ ഗാസക്കെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യമനിലെ ഹൂത്തി മിലിറ്റൻസ് ആണ് ഈ ഷിപ്പിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കപ്പലുകൾക്കെതിരായിട്ട് ആക്രമണം നടത്തുന്നത്. നേരത്തെ തുടക്കത്തിൽ അവർ ഇസ്രായേൽ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്രായേലിലെ പൗരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഷിപ്പുകൾക്കെതിരായിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് കച്ചവടം നടത്തുന്ന എല്ലാ ഷിപ്പുകൾക്കെതിരായിട്ടും ഇവർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ കൂടെ ആരാണ് ഈ ഹൂത്തി റിബൽസ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഹൂത്തീസ് അല്ലെങ്കിൽ ഒഫീഷ്യലി ഇവർ അറിയപ്പെടുന്നത് അൻസാറുള്ള എന്നുള്ള പേരിലാണ്. ഇത് 1990കളിൽ യമനിലെ പ്രധാനപ്പെട്ട ഒരു പ്രബല വിഭാഗമായിട്ടുള്ള സെയ്ദീസ് എന്ന് പറയുന്ന ഒരു ഷിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ സെയ്ദി വിഭാഗത്തിന്റെ ഇടയിലുള്ള ആളുകൾ ചേർന്നുകൊണ്ട് യമനിലെ ഗവൺമെന്റിനെതിരായിട്ട് ഒരു റിബലിയനായിട്ട് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഒരു മിലിറ്റൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടനയാണ് അൻസാറുള്ള എന്ന് പറയുന്നത്. ഈ അൻസാറുള്ളയുടെ ലീഡർഷിപ്പ് പൊസിഷനിലുള്ള മെജോറിറ്റി ആൾക്കാരും ഈ സെയ്ദി കമ്മ്യൂണിറ്റിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ട്രൈബാണ് ഹൂത്തീസ് എന്ന് പറയുന്നത്. ആ ഹൂത്തി വിഭാഗത്തിൽ പെടുന്നവരായതുകൊണ്ടാണ് ഇതിനെ ഹൂത്തി മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹൂത്തീസ് യമന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഏതിന് ഉൾപ്പെടെയുള്ള നോർത്തേൺ യമന്റെ വലിയൊരു ഭാഗം അവരുടെ കയ്യിൽ വെക്കുന്നതുകൊണ്ട് ആ ഒരു പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2015 ഹൂത്തീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് സൗദി അറേബ്യ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ റീസെന്റ് ആ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. യമനിലെ വലിയൊരു വിഭാഗം പ്രദേശങ്ങൾ, എസ്പെഷ്യലി നോർത്തേൺ യമന്റെ ഈ റെഡ് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന വലിയൊരു പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോഴും ഹൂത്തീസിന്റെ കൺട്രോളിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ യമനിൽ ഈ ഹൂത്തീസും അവിടുത്തെ ഗവൺമെന്റ് ഫോഴ്സസും തമ്മിലുള്ള സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവിടെ നിന്നുള്ള ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയ ഒരു ഓപ്പറേഷനാണ്, ഒരു ഇവാക്യുവേഷൻ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്നത്. അത് 2015 ഏപ്രിലായിരുന്നു ഈ ഓപ്പറേഷൻ ഇന്ത്യ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് INS ഇംഫാലിനെ കുറിച്ചാണ്. ഇതും നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പുതിയ മോഡൽ ഓഫ് ഡിസ്ട്രോയേഴ്സ് ആണ് പ്രൊജക്ട് 15 ബ്രാവോ ക്ലാസ് ഡിസ്ട്രോയേഴ്സ് അല്ലെങ്കിൽ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊജക്ട് 15B ക്ലാസ് അല്ലെങ്കിൽ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സിനകത്തുള്ള 3ാമത്തെ ഷിപ്പാണ് INS ഇംഫാൽ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണെന്ന് മനസ്സിലാക്കുക. ഒരു സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണ് ഈ പറയുന്ന പ്രൊജക്ട് 15B ബ്രാവോ ക്ലാസ് അല്ലെങ്കിൽ 15 ബ്രാവോ ക്ലാസ് അല്ലെങ്കിൽ വിശാഖപട്ടണം ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന INS ഇംഫാലും അഫ്കോഴ്സ് ഒരു സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ 4ാമത്തെ ഷിപ്പ്, ഇപ്പോൾ കൺസ്ട്രക്ഷനിലുള്ള 4ാമത്തെ ഷിപ്പ് അറിയപ്പെടുന്നത് INS സൂററ്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ INS ഇംഫാലിന്റെ പവർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ടർബൈൻസ് വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ 75% ഇന്ത്യയിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഇന്ത്യൻ നേവിയുടെ ഈ പറയുന്ന വിശാഖപട്ടണം ക്ലാസ്സിന് മുമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊജക്ട് 15Bക്ക് മുമ്പ് ഒരു പ്രൊജക്ട് 15A ക്ലാസ് ഡിസ്ട്രോയേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. ആ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് അല്ലെങ്കിൽ ഒരു സക്സസറാണ് ഈ വിശാഖപട്ടണം ക്ലാസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിശാഖപട്ടണം ക്ലാസ്സിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മാസഗോൺ ഡോക്സ് ആണ്, മുംബൈയിലുള്ള മാസഗോൺ ഡോക്ക് ലിമിറ്റഡ് ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഇതിനകത്ത് 4 ഷിപ്പുകളാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് 3 ഇപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലീഡ് ഷിപ്പ് അറിയപ്പെടുന്നത് INS വിശാഖപട്ടണം എന്നുള്ള പേരിലാണ്. 2ാമത്തത് INS മർമഗോവ, ഇപ്പോൾ 3ാമത്തത് റീസെന്റ് കമ്മീഷൻ ചെയ്ത INS ഇംഫാൽ. ഇനി അടുത്തതായിട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ളതാണ് INS സൂററ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് മനസ്സിലാക്കുക. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്
ഒരു രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് പണം പോകുന്നതും അതുപോലെ തന്നെ ഒരു രാജ്യത്തിനകത്തേക്ക് വരുന്ന പണവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബേസിക്കലി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഈ ട്രേഡ് ഡെഫിസിറ്റും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും തമ്മിലൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ടോട്ടൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ട്രേഡ് ഈ പറയുന്ന ഗുഡ്സിന്റെ എക്സ്പോർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ സർവീസസിന്റെ എക്സ്പോർട്ട് ഉണ്ടാവും. സോ ഈ എക്സ്പോർട്ടും ടോട്ടൽ ഇമ്പോർട്ടും തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ട്രേഡ് സർപ്ലസ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ട്രേഡ് ഡെഫിസിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ എക്സ്പോർട്ടാണ് കൂടുതലെങ്കിൽ അതിനെ ട്രേഡ് സർപ്ലസ് എന്ന് പറയും. പക്ഷേ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിന്റെ കൂടെ, അതായത് ട്രേഡ് ബാലൻസ്, അത് ഡെഫിസിറ്റോ സർപ്ലസോ ആയിക്കോട്ടെ, അതിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഓൺ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ നെറ്റ് റെമിറ്റൻസ്, ഈ കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റോ സർപ്ലസോ ആയിട്ട് മാറുന്നത്. ഓക്കെ, അതായത് ട്രേഡ് ഗ്യാപ്പ്, അതായത് ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് പ്ലസ് അതിൻ്റെ കൂടെ നെറ്റ് കറണ്ട് ട്രാൻസ്ഫേഴ്സ്. നെറ്റ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന എയ്ഡ്, അതായത് സാമ്പത്തിക ധനസഹായങ്ങൾ, നമുക്ക് കിട്ടുന്ന ലാഭവിഹിതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ പുറം രാജ്യങ്ങളിൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ഇന്ത്യയിലെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസോ ആവാം, നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡിവിഡൻഡ്, അങ്ങോട്ട് കൊടുക്കുന്ന മറ്റുള്ള തരത്തിലുള്ള എയ്ഡ്, ഈ കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് കറണ്ട് ട്രാൻസ്ഫേഴ്സ്. അതിൻ്റെ കൂടെ നെറ്റ് ഇൻകം അബ്രോഡും കൂടി. നെറ്റ് ഇൻകം അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസ് മൈനസ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റെമിറ്റൻസ്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് സർപ്ലസ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ട്രേഡ് സർപ്ലസ് ഉണ്ട്, നെറ്റ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് സർപ്ലസ് ആണ്, നെറ്റ് ഇൻകം അബ്രോഡ് ഒക്കെ സർപ്ലസ് ആണെങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് വരും. ഇത് കുറവാണെങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വരും. അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പണമാണ് കൂടുതലെങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും, ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് വരുന്ന പണമാണ് കൂടുതലെങ്കിൽ അത് കറണ്ട് അക്കൗണ്ട് സർപ്ലസും ആയിരിക്കും. അപ്പോൾ കറണ്ട് അക്കൗണ്ടിനകത്ത് ഈ 3 കാര്യങ്ങൾ പെടും. അല്ലാത്തത് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് ആണെന്നാണ്, അല്ലെങ്കിൽ ട്രേഡ് ബാലൻസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ട്രേഡ് ഗ്യാപ്പ് എന്നാണ് വിളിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക് ട്യൂബർക്കുലോസിസ് ആണ്. സോ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് ഒരു മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ട്യൂബർക്കുലോസിസിനെ ഫൈറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ആർട്ടിക്കിൾ തന്നെ ഇന്നത്തെ ഹിന്ദു പത്രത്തിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബർക്കുലോസിസ് ആളുകൾക്കിടയിൽ സ്പ്രെഡ് ആവുന്നത് ത്രൂ എയറിലൂടെയാണ്. അതിൻ്റെ ട്യൂബർക്കുലോസിസ് ബാധിച്ചിട്ടുള്ള ആൾക്കാർ തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ വായുവിലേക്ക് അതിൻ്റെ രോഗാണുക്കൾ പ്രവേശിക്കുകയും അത് മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറിയിട്ട് അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആകുന്നത് മനസ്സിലാക്കുക. ലോകത്തിലുള്ള ടോട്ടൽ TB കേസസിൻ്റെ 27% ഇന്ത്യയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ലോകത്തിൽ വേൾഡിലെ തന്നെ ഹയസ്റ്റ് TB ബേർഡിനുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ 2025 കൂടിയിട്ട് TB ഇന്ത്യയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഒരു നാഷണൽ ട്യൂബർക്കുലോസിസ് പോളിസി അല്ലെങ്കിൽ എലിമിനേഷൻ ഓഫ് ട്യൂബർക്കുലോസിസ് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി ഒക്കെ ഉള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ TBയുടെ കേസിൽ മനസ്സിലാക്കേണ്ടത് TB ക്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണെങ്കിലും ഈ TBസിനകത്ത് പുതിയൊരു വെറൈറ്റിയാണ് ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള TBs എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ TBസിന് നോർമലി യൂസ് ചെയ്യുന്ന മരുന്നുകളോട് റെസിസ്റ്റ് ചെയ്യുന്ന TB വേരിയൻസ് ഉണ്ട്. അപ്പോൾ അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ TB പലപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ ഏകദേശം 6 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിക്കേഷനിലൂടെ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ആളുകളിൽ നിന്ന് ഈ രോഗമുക്തി നേടാൻ പറ്റൂ. അത് പലപ്പോഴും ഒരു ലോങ്ങർ പീരീഡ് ആയിട്ട് ഈ രോഗികൾക്ക് തോന്നുന്നതുകൊണ്ടാണ് ഇത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെഡിക്കേഷൻ ഡ്യൂറേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ WHO ഒക്കെ നേതൃത്വത്തിൽ ഒരു ഷൈൻ ട്രയൽ എന്ന് പറയുന്ന പുതിയൊരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. അത് ഈ കുട്ടികളിലുള്ള TBക്കെതിരായിട്ടാണ് ഈ ഷൈൻ ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇന്ത്യ, സാംബിയ, ഉഗാണ്ട, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഇതിൽ ഒരു ട്രയൽ ബേസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 1200 കുട്ടികൾക്കിലാണ് ഈ പുതിയൊരു മെഡിക്കേഷൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഈ പറയുന്ന TB ഒരു 4 മാസം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിലൂടെ പരിശ്രമിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് IMD ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്.
സോ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം 150ാമത്തെ വാർഷികമാണ് ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. 2025 ആകുമ്പോഴേക്കും അവരുടെ 150 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. സോ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് 1875 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ ഇന്ത്യയുടെ ഒരു നാഷണൽ മെറ്റീരിയോളജിക്കൽ സർവീസ് എന്ന് പറയുന്നത് ഇവരാണ്. അതായത് അവരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള മെട്രോളജിക്കൽ ആയിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മെട്രോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഒരു പ്രീമിയർ ഗവൺമെന്റൽ ഏജൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മെറ്റീരിയോളജി എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ഈ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് 6 റീജിയണൽ മെട്രോളജിക്കൽ സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലാണ്. അപ്പോൾ അതിനകത്ത് ഈ 6 സെന്റേഴ്സ് എന്ന് പറയുന്നത് മുംബൈ, ചെന്നൈ, ന്യൂഡൽഹി, കൽക്കട്ട, നാഗ്പൂർ, ഗുവാഹട്ടി എന്നീ സ്ഥലങ്ങളിലാണ് ഈ 6 റീജിയണൽ സെന്റേഴ്സ് ഉള്ളത്. ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നിലവിൽ ഈ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പാരന്റ് ഏജൻസി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. ഇനി ഇവരുടെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാൻഡേറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വെതർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഷിപ്പിംഗ്, ഏവിയേഷൻ, ഓഫ് ഷോർ ഓയിൽ എക്സ്പ്ലോറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെട്രോളജിക്കൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നടത്തുകയും അവർക്ക് വേണ്ട മെട്രോളജിക്കൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജോലി. രണ്ടാമത്തത് ഈ സിവിയർ ആയിട്ടുള്ള വെതർ ഫിനോമിനാസ് ഉണ്ടാവും. ഇപ്പോൾ സൈക്ലോൺസ്, അതുപോലെ തന്നെ നോർ വെസ്റ്റേഴ്സ്, ഡസ്റ്റ് സ്റ്റോംസ്, ഹെവി റൈൻസ്, ഹെവി സ്നോഫോള്, കോൾഡ് ആൻഡ് ഹീറ്റ് വേവ്സ്, ഇങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള വെതർ ഫിനോമിനാസിനെ കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുകയും അതിനെതിരായിട്ട് വാൺസ് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള സൂചനകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർണിങ്സ് കൊടുക്കുകയും ചെയ്യാം. മറ്റൊന്ന്, ഈ മെട്രോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഈ അഗ്രികൾച്ചർ, വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ്, ഇൻഡസ്ട്രീസ്, ഓയിൽ എക്സ്പ്ലോറേഷൻ, മറ്റുള്ള നേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള മെട്രോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവസാനമായിട്ട് മെട്രോളജിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലൈഡ് ഡിസിപ്ലിൻസിലും റിസർച്ച് കണ്ടക്ട് ചെയ്യുകയും റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്ത ടോപ്പിക്ക് ടാൻസൻ ഫെസ്റ്റിവൽ ആണ്. സോ ടാൻസൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ എല്ലാ വർഷവും അവർ നടത്തുന്ന ഒരു 1950 തൊട്ടേ നടത്തുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ് ടാൻസൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ടാൻസൻ സമാറോ എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ മുഗൾ എംപറർ ആയിരുന്ന അക്ബറിന്റെ രാജസദസ്സിലുണ്ടായിരുന്ന നവരത്നങ്ങളിൽ ഒരാളായിരുന്ന ഈ ടാൻസനെ പുള്ളിയുടെ ബർത്തിനെ കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ മാസത്തിലാണ് ഇത് നടത്താറുള്ളത്. മധ്യപ്രദേശിലെ ഗ്വാളിയോർ ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടാണ്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിൽ വെച്ചിട്ടാണ് ഇത് നടത്താറുള്ളത്. ഇത് നോർമലി ഒരു 4 to 5 days നീണ്ടു നിൽക്കുന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, ഈ ഒരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത് മധ്യപ്രദേശിലുള്ള ഉസ്താദ് അലാവുദ്ദീൻ കാല സംഗീത അക്കാദമി എന്ന് പറയുന്ന അവിടുത്തെ ഗവൺമെന്റ് കീഴിലൊരു സംഗീത അക്കാദമിയും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം എല്ലാ വർഷവും നടത്താറുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നുള്ള കലാകാരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവർ ഈ വോക്കൽ അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റൽ പെർഫോമൻസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ടാൻസനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ടാൻസൻ അല്ലെങ്കിൽ മിയാൻ ടാൻസൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ച് ബേസിക്കലി ഒരു ലെജൻഡറി ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ചരിത്രം വളരെ അധികം എന്താ പറയുക ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയുള്ള ആളാണ്. അതായത് കൃത്യമായിട്ട് ഇതിനകത്ത് കഥ ഏതാണ് സത്യം ഏതാണെന്ന് അറിയാത്ത തരത്തിൽ ഒരു ജീവചരിത്രമുള്ള ആളാണ് ഈ മിയാൻ ടാൻസൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം 1493 അല്ലെങ്കിൽ 1506 ആണ് ജനിച്ചിട്ടുള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് റംതാനു മിശ്ര എന്നുള്ള പേരായിരുന്നു. 1586 അല്ലെങ്കിൽ 89 ആണ് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ മരണപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് ടാൻസൻ എന്നായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴോ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ടാൻസൻ എന്നുള്ള പേര് കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ മ്യൂസിക് കമ്പോസർ അതുപോലെ തന്നെ ഒരു മ്യൂസീഷ്യനും വോക്കലിസ്റ്റും ഒക്കെ ആയിരുന്നു ഈ ടാൻസൻ എന്ന് പറയുന്നത്. അദ്ദേഹം പോപ്പുലറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ് പ്ലക്ഡ് റബാബ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ഏഷ്യയിലും അതുപോലെ തന്നെ ചൈനയുടെ സിൻജിയാങ്ങിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നോർത്തേൺ ഇന്ത്യയിലൊക്കെ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ് റബാബ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ വളരെയധികം പോപ്പുലറൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഇൻസ്ട്രുമെന്റിനെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ടാൻസൻ എന്ന് പറയുന്നത്. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ബറിന്റെ രാജസദസ്സിൽ, മുഗൾ എംപറർ ആയിരുന്ന അക്ബറിന്റെ രാജസദസ്സിൽ ഉണ്ടായിരുന്ന നവരത്നാസിൽ ഒരാളായിരുന്നു ഈ ടാൻസൻ എന്ന് പറയുന്നത്. ഈ അക്ബർ തന്നെയാണ് ഇദ്ദേഹത്തിന് മിയാൻ എന്നുള്ള ഒരു വിളിപ്പേര്, മിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലേൺഡ് മാൻ എന്നാണ് അർത്ഥം. സോ മിയാൻ എന്നുള്ളൊരു വിളിപ്പേര് ഇദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം അറിയപ്പെടുന്നത് മിയാൻ ടാൻസൻ എന്നുള്ള പേരിലാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PLI സ്കീമിനെ കുറിച്ചാണ്. സോ PLI സ്കീം എന്ന് പറയുന്നത് 2020 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ സ്കീമാണ്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കപ്പാസിറ്റിനെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനെയും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിലവിൽ 14 സെക്ടേഴ്സിലാണ് ഈ ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. ഇനീഷ്യലി 3 സെക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ 14 സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ആ അതത് സെക്ടേഴ്സിൻ്റെ ഇൻക്രിമെൻ്റൽ സെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇൻസെൻറ്റീവ് ഓരോ സെക്ടേഴ്സിനും കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് ഈ ഇൻസെൻറ്റീവിനകത്ത് ഡിഫറൻസ് വരികയും ചെയ്യും. ഇപ്പോൾ ചില സെക്ടേഴ്സിനൊക്കെ അത് 1% ആണെങ്കിൽ 20% വരെ ഇൻസെൻറ്റീവ് ഉള്ള സെക്ടേഴ്സും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട്, ഈ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് ചൈന പോലുള്ള ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഈ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു പദ്ധതിയാണ് PLI. ഇന്ത്യയിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുക, മാനുഫാക്ചറിങ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ചൈന പോലുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ ഗുഡ്സിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുക, ഇന്ത്യയുടെ ഇമ്പോർട്ട് ബിൽ റെഡ്യൂസ് ചെയ്യുക, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് നിക്കാരഗ്വ ആണ്. സോ നിക്കാരഗ്വ എന്ന് പറയുന്നത് സെൻട്രൽ അമേരിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. നിക്കാരഗ്വ എന്ന് പറയുന്നത് സെൻട്രൽ അമേരിക്കയിലെ ബൈ ടെറിട്ടറി നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ഓൺ ദി ബേസ് ഓഫ് ടെറിട്ടറി ലാർജസ്റ്റ് കൺട്രി ഇൻ ദി സെൻട്രൽ അമേരിക്കൻ റീജിയൻ ആണ് നിക്കാരഗ്വ എന്ന് പറയുന്നത്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാൻഗ്വ എന്ന് പറയുന്ന സ്ഥലമാണ്, സിറ്റിയാണ് ഇവരുടെ ക്യാപിറ്റലും ആ രാജ്യത്തിലെ ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നതും. ഓക്കെ, ഇനി ഈ നിക്കാരഗ്വയിലുള്ള ഒരു ബോസവാസ് ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കാസിൽ, അതായത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ഒക്കെ കൂടുന്ന ഈ ഒരു പ്രദേശത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ആണ് ഈ ബോസവാസ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിക്കാരഗ്വയുടെ കരീബിയൻ സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ ഒരു കോസ്റ്റൽ ഏരിയ, നിക്കാരഗ്വയും അതുപോലെ തന്നെ അവരുടെ അയൽരാജ്യമായിട്ടുള്ള ഹോണ്ടുറാസും ഈ കരീബിയൻ സീ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഈ ഒരു പെർട്ടിക്കുലർ കോസ്റ്റൽ ഏരിയനെയാണ് മോസ്കിറ്റോ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നിക്കാരഗ്വയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സൗത്തിലായിട്ട് കോസ്റ്റോറിക്ക ഉണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിലായിട്ട് കരീബിയൻ സീ, വെസ്റ്റിലായിട്ട് പസഫിക് ഓഷന്, നോർത്തിലായിട്ട് ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഇവർക്ക്, അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ ആയിട്ടാണ് ഇവർക്ക് അതിർത്തി ഉള്ളതെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസ്റ്റിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.